ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രീപ്പിംഗ് സ്റ്റിച്ചാണ്. കർവെല്ലാം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണിത്. ഒരേപോലത്തെ ചെറിയ സ്റ്റിച്ചുകളാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ആ കർവെല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും. ലൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയിൻ കുറച്ച് വലുതായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ കർവുകൾ വരുമ്പോഴെല്ലാം നമ്മൾ ചെറിയൊരു സ്റ്റിച്ചിൽ ചെയ്യണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കൂടി ഒന്ന് ചെയ്യണേ. കഴിഞ്ഞ ക്ലാസ് മുതൽ ഈ ഒരു ക്ലാസ് വരെ നല്ലതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ആയാൽ നിങ്ങൾക്ക് ഏതൊരു പിക്ചറിൻ്റെയും ഷേപ്പിൻ്റെയും ഔട്ടർ ലൈൻ നല്ല നീറ്റായി ചെയ്യാൻ സാധിക്കും. സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിനായി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ പൊസിഷൻ മാറ്റുകയോ ചെയ്യരുത്. പിക്ചർ എങ്ങോട്ടാണോ ചെയ്യുന്നത് അതനുസരിച്ച് നീഡിലിൻ്റെ പൊസിഷൻ മാറ്റാവൂ. തുടക്കത്തിൽ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് നിർത്തണം. അടുത്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോക്ക് സ്റ്റിച്ച് പഠിച്ചുവല്ലോ. ഇവിടെ കുഞ്ഞൊരു ചെയിൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ ലോക്ക് വീണു. ഇവിടെ ലോക്ക് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫിനിഷിംഗ് ഇല്ലാതെ ഇരിക്കും. നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് എടുക്കണം. ഈ ഒരു കോർണറിലും ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. അടുത്ത് നമുക്ക് ഈ ഒരു ഷേപ്പ് കൂടി ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. തുടക്കത്തിൽ ചെയിൻ സ്റ്റിച്ച് ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് വരും. നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ച് ഇട്ടേച്ച് പോകരുത്. നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം.